വിമാനം ഇങ്ങനെ ഇറങ്ങുന്നത് നോക്കിയിരുന്ന് കഴിക്കാൻ പറ്റുന്ന കണ്ണൂരിലെ ഒരേയൊരു കഫേയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ 2 വെള്ളയപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് ഒരു 3, 3:30 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാനിങ്ങോട്ട് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. കഴിച്ച വെള്ളയപ്പം തീരെ ചെറുതായോണ്ടാണോന്നറിയില്ല, നല്ല വിശപ്പുണ്ട് ഏതായാലും. ഇവിടുത്തെ ബെസ്റ്റ് ആയിട്ട് ഏതാണെന്നോ എന്താണെന്നോ ഒന്നും എനക്കറിയില്ല. പക്ഷെ എനക്കെന്തോ ഒരു സ്റ്റേക്ക് കഴിക്കാനുള്ളൊരു മൂഡായിരുന്നു. അങ്ങനെ ഞാനിവിടുന്ന് ഒരു ചിക്കൻ സ്റ്റേക്ക് ഓർഡർ ചെയ്തു. ഒരു ചിക്കൻ സ്റ്റേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാമാണ് ആ ഒരു പ്ലേറ്റിൽ ഉണ്ടാവുക. ഒരു പോർഷൻ റൈസ് ഉണ്ട്, സോട്ടഡ് വെജീസ് ഉണ്ട്, ബട്ടർ ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ട്, മാഷ് പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ മഷ്റൂം സോസ് ഉണ്ട്, പിന്നെ 2 പീസ് ചിക്കൻ ബ്രസ്റ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ പ്ലേറ്റിലെ ചിക്കൻ ബ്രസ്റ്റിനെ പറ്റി പറഞ്ഞിട്ട് തുടങ്ങാം. സോഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി സോഫ്റ്റ് ആണ്. പിന്നെ ഫ്ലേവർഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഫ്ലേവർ അങ്ങ് ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ആ മഷ്റൂം ഡിപ്പിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് കഴിച്ച് തുടങ്ങിയത്. പക്ഷേ ചെറിയൊരു പ്രശ്നം പേഴ്സണലി എനിക്ക് തോന്നിയിനി. അത് ചിക്കനിനെ പറ്റിയിട്ടല്ല. ആ ഡിപ്പ് ഉണ്ടല്ലോ, മഷ്റൂം ഡിപ്പ് ഇതായി കാണുന്നത്. അതിന് ആ ഒരു മഷ്റൂം സോസിനേക്കാളും ഒരു ചൈനീസ് സോസിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ചെറുതായിട്ട് തോന്നീനെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഫുഡും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. ഇതിങ്ങനെയേ കഴിക്കാൻ പറ്റൂ, അല്ലെ അങ്ങനെയേ കഴിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങളുടെ രീതി. ഞാനപ്പോൾ ആ ബ്രെഡിൻ്റെ മേലെ മാഷ് പൊട്ടാറ്റോ ആക്കിയിട്ടും ചിക്കൻ വെച്ചിട്ടും പിന്നെ ആ സോസ് ആക്കിയിട്ടെല്ലാം കഴിച്ചിട്ട് ആ ഡിപ്പാക്കിയിട്ടെല്ലാം നല്ല സ്റ്റേക്കായിരുന്നു. 300 റുപ്യാണ് ആ ചിക്കൻ സ്റ്റേക്കിൻ്റെ റേറ്റ്. ആ ഡിപ്പ് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം. അതിന് ശേഷം ഒരു പോർഷൻ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തേ. അത് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് എത്തീന്. എന്നിട്ട് ഞാൻ അതിനെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്ന ശേഷം എല്ലാം ആ ഫോർക്ക് ഉണ്ടല്ലോ, അത് പതുക്കെ ആ ക്രീം ചീസിൻ്റെ മേലോട്ട് മയോണൈസിൻ്റെ ഉള്ളിലോട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അങ്ങ് അടക്കൂട്ടി അങ്ങ് താഴെ വരെ ഇറക്കിയിട്ട് കഴിച്ചു നോക്കിയേ. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എൻ്റെ ടേസ്റ്റിന് കുറച്ച് കുറവായിരുന്നു. അത് രണ്ടും കഴിച്ച് കഴിഞ്ഞേരോ സെർവ് ചെയ്യുന്ന ചങ്ങായി എന്നോട് ചോദിച്ചു, ഇനിയൊന്നും വേണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇനിയൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന്. അന്നേരം ഓൻ എന്നോട് പറഞ്ഞേ നമ്മളെ ബീഫിൻ്റെ വാരിയെല്ലാം ഒരു ഐറ്റം ഉണ്ട്, ഒരു വെടിക്കെട്ട് ഐറ്റമാണെന്ന്. ഓനത് പറയുന്ന കേട്ടാരോ എൻ്റെ മൈൻഡിൽ ആദ്യം പോയത് എൻ്റെ യൂറിക് ആസിഡ് ലെവലിൻ്റെ ആ ഒരു വാല്യൂ ആണ്. പിന്നെ അവൻ്റെ വർത്താനം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു പോട്ടെ, യൂറിക് ആസിഡ് എങ്ങനെയെങ്കിലും ഓടിയിട്ടാ ചാടിയിട്ടാ മറ്റോ കുറക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഏതായാലും ഈ ബീഫിൻ്റെ വാരിയിൽ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞേ. ഉയ്യൻ്റെ മോനെ, ഇതെന്തെന്നാ കഥ, ഇതെന്തെന്നാടാ ഐറ്റോ? കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു ബീഫ് ഈ അടുത്ത കാലത്ത് നിന്നല്ല ഇതുവരെ കഴിച്ചില്ല കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ്, ഇങ്ങനെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ജെല്ലി ജെല്ലി പോലെ ആവുന്ന ബീഫ്. അതിൻ്റെ അകത്ത് ആ ഫ്ലേവറിൽ ശരിക്കങ്ങ് ഇൻഫ്യൂസ്ഡ് ആയിന്ന് പറയില്ല, അതുപോലെ അങ്ങ് ഉള്ളിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മട്ടന്നൂർ PRNSS കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കെഫേ ലാമർ എന്ന് പറഞ്ഞ സ്പോട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഒരു വിത്തൗട്ട് ABC ജ്യൂസും കുടിച്ചിനെ. ആ സ്പോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഒരിക്കലും കൂടെ അവിടെ പോകും. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയേ. ഈ ഒരു സാധനം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം കുറേ തവണ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്നേരേ ഞാൻ വിചാരിക്കുന്ന ഇത് എവിടുന്നെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലേന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ കണ്ണൂർ ടൗണിലും വന്നിട്ടുണ്ട്. ഇതാണ് ബട്ടർ ഗുൽക്കണ്ട്. മാംഗ്ലൂരെല്ലാം ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇതെങ്ങനെ ഇടുന്നുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോബസ്റ്റ പഴം കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചിടും. എന്നിട്ട് അതിൻ്റെ മേലെ ഗുൽക്കണ്ടിൻ്റെ ആ ഒരു ജാമിടും. ഗുൽക്കണ്ട് എന്ന് പറഞ്ഞാൽ റോസില്ലേ, അതിൻ്റെ ജാമിടും. പിന്നെ 2 ഗുലാബ് ജാമുനും അതിൻ്റെ സിറപ്പ് ഒഴിക്കും. ഒരു പീസ് ബട്ടർ മുറിച്ചിടും. പിന്നെ വെനില ഐസ്ക്രീമും ആഡ് ചെയ്യും. ഇവിടെ പ്രീമിയം ക്വാളിറ്റി വെനില ഐസ്ക്രീമാണ് ഇവരിടുന്നത്. എന്നിട്ട് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഗുലാബ് ജാമുനും വെനില ഐസ്ക്രീമും പിന്നെ ബട്ടറും ആ ഗുൽക്കണ്ടും പഴവും എല്ലാം കൂടെ ചേർത്തിട്ട് കോരി എടുത്തിട്ട് വേണം കട്ട കഴിക്കാൻ. ഭയങ്കര മധുരം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവേ. ഇനി ഇത് കഴിച്ചിട്ട് ഇനി ഭയങ്കര മധുരമാണല്ലോ എന്ന് പറയണ്ട, ഇത് അങ്ങനെയാണ്. ആ ഗുൽക്കണ്ട് കഴിച്ചിട്ട് തന്നെ ഏകദേശം മത്തായി. ഇതാണ് കേട്ടോ ഞാൻ മധുരം കഴിക്കാത്ത. കഴിക്കാൻ തുടങ്ങിയ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവിടുന്ന് രണ്ടാമത്തെ ഐറ്റം ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഒരു സിമ്പിളായിട്ടുള്ള ക്ലാസിക്കൽ അവിൽ മിൽക്കാണ്. 50 റുപ്യാണ് ആ അവിൽ മിൽക്കിൻ്റെ റേറ്റ്. ഒരു രക്ഷയുണ്ടായിട്ടില്ല കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് ബലിച്ചിട്ടെല്ലാം കുടിക്കുക. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിന് ശേഷമോ ഞാൻ എടുത്ത ഭയങ്കര സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞൊരു മധുരൈ സ്റ്റൈൽ ജിഗർദണ്ഡ ഓർഡർ ചെയ്തേ. 60 റുപ്യ, 60 70 60 റുപ്യാണെന്ന് തോന്നുന്നു ഈ ജിഗർദണ്ഡ. അല്ല, 70 റുപ്യാണ് വിത്ത് ഐസ്ക്രീം. 70 റുപ്യാണ് ഈ ജിഗർദണ്ഡേൻ്റെ റേറ്റ്. അത് നല്ലോണം ഇളക്കിയിട്ടാണ് ഇങ്ങനെ ഇളക്കിയിട്ട് ആ ചങ്ങായി എൻ്റെ കയ്യിലേക്ക് ഒന്ന് കുടിച്ച് നോക്കി. ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ സാധാരണ നന്നാറി സർബത്ത് കുടിക്കുന്ന പോലെയുണ്ട്. പിന്നെ ഒരു ഓറിയോ ഷേക്ക് ഇവിടുന്ന് കുടിച്ചിന്. 60 റുപ്യാണ് ഓറിയോ ഷേക്കിൻ്റെ റേറ്റ്. വിത്ത് ഐസ്ക്രീം ആണെങ്കിൽ 80 റുപ്യാണ്. ഭയങ്കരമാണെന്നൊന്നും പറയുന്നില്ല, കുഴപ്പമില്ല.
പിന്നെ ഒരു സ്ട്രോബെറി ഷേക്കും കുടിച്ചിന്. സ്ട്രോബെറി ഷേക്ക് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മേലെ ആ ബൂസ്റ്റിൻ്റെ പൊടി ഇടണ്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ താളിക്കാവിൽ ഹനുമാൻ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലുള്ള എന്താ ഈ പ്രകൃതി ജ്യൂസ് ആൻഡ് കഫേയാണ്. ആടുന്ന് ആ മധുരെല്ലാം കഴിച്ചിട്ട് നല്ലോണം മത്തായിട്ടാണ് ഉള്ളത്. ഇനി അതിനൊന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്നാ കഴിക്കുവാന്ന് കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കാൻ നിൽക്കാതെ ഞാൻ നേരെ ഒരു റാൻഡം സ്പോട്ടിൽ കയറിയിട്ട് ആടുന്ന് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് കഴിച്ച് കഴിഞ്ഞപാട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടൊന്നുമില്ല. ഒരു 9 മണി വരെ ഞാൻ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. 9 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെയും വിശക്കാൻ തുടങ്ങി. കണ്ണൂരിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കെല്ലാം കയറുന്ന ഒരു തട്ടുകട എന്ന് പറയുന്നത് താഴെ ചൊവ്വ HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജന്നത്ത് തട്ടുകട എന്ന് പറയുന്ന ഈ തട്ടുകടയാണ്. ഇവിടുന്ന് ഞാൻ ഇപ്രാവശ്യം മിക്സ് ഓർഡർ ചെയ്തിട്ടില്ല. പകരം 3 നെയ്പ്പത്തലും ഒരു അയില മുളകിട്ടതും പറഞ്ഞു. ചിക്കൻ അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. നെയ്പ്പത്തൽ നല്ല ചൂടോടെ അടിപൊളിയാണ്. പിന്നെ അയില അത്യാവശ്യം ഫ്രഷ് ആണ്. പക്ഷേ ആ മുളകിട്ട് ഉണ്ടല്ലോ അതിനൊരു നാടൻ ടച്ച് ഉണ്ടായില്ല. ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെയും പിന്നെ ഒരു കെച്ചപ്പിൻ്റെ എല്ലാം ഫ്ലേവർ പോലെയാണ് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, അത്ര തന്നെ. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആടുന്ന് സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് ഇത് വന്ന് ജിഞ്ചർ കബാബ് എന്ന് പറഞ്ഞ അവരൊരു പുതിയ ഐറ്റം അതും കഴിച്ച് നോക്കി. പിന്നെ ഞാനൊരു ദോശയും വാങ്ങിച്ചു. ഒരു ദോശയും വാങ്ങിച്ച് ഒറ്റ പോർഷൻ മട്ടൻ്റെ കറിയും വാങ്ങി. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് കഴിച്ച ആ കബാബ് ഉണ്ടല്ലോ, ജിഞ്ചർ കബാബ്, അതിൻ്റെ ഫ്ലേവർ അതിനൊരു വെറൈറ്റി ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദോശയും ഈ മട്ടൻ കറിയെല്ലാം കഴിച്ച്. എന്നാൽ പിന്നെ വേറെ നല്ലതല്ലേ. അപ്പോൾ ശരിയേ.